ഒരു കുടുംബമാകുമ്പോ അങ്ങനൊക്കെ തന്നെയുള്ള ചട്ടിയും കൊട്ടിയും പെട്ടിയൊക്കെ പാടെ കെട്ടിക്കൂട്ടി ചെറിയൊരു പെരും തട്ടിക്കൂട്ടിയിട്ട് അതിലൊരു കോഴിക്കൂട് 4 കോഴി, പിന്നെ വെല്ലിപ്പ, പിന്നെ വെല്ലിമ്മ, അമ്മോസാങ്ക, അമ്മായിമ്മ, മരോള്, പേരക്കുട്ടി, മാപ്പള, നാത്തൂമാര്, ഇങ്ങനെയൊക്കെ പാടെ ഒരു കുടുംബമാകുമ്പോ തന്നെ ചെറിയ ഒരു പൊട്ടലും ചുറ്റിലൊക്കെ ഉണ്ടാവുമല്ലോ. ചിലരൊക്കെ വിളഞ്ഞിക്കണി തലട്ടമാരെ കാരണം ഇടങ്ങറിന്റെ ഔത്തുണ്ടാവും. ചെമ്പിനെക്കായും വലിയ ചൂടാണ് മൂടിക്ക് എന്ന് പറഞ്ഞ മാതിരി. എന്തൊക്കെ കുതൂകുലങ്ങള്. ചിലർത്തുണ്ടാവും അമ്മായിമ്മ പോരോണ്ട് പെണ്ണുങ്ങൾ തെറ്റിപ്പോയതുണ്ടാവും, നാത്തുമാരെ പോരോണ്ട് ബുധങ്ങൾ തെറ്റിപ്പോയതുണ്ടാവും, അമ്മോസാങ്ക കണ്ണൂർപ്പിച്ച് നോക്കിന് തെറ്റിപ്പോയതുണ്ടാവും, മാപ്പിളാര് പരിസ്കാരമുള്ള പാനിടാത്തിന് തെറ്റിപ്പോയ ആൾക്കാരുണ്ടാവും, ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തിന് ചീത്ത പറഞ്ഞ് തെറ്റിപ്പോയ ആൾക്കാരുണ്ടാവും. പുതിയാപ്പിളക്ക് ഇഷ്ടം മോന്റെ പെണ്ണുങ്ങൾ അപായടണതേക്കാരം ഓക്കാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ലെഗിൻസോ ചുരിദാറോ ഒക്കെ ഇട്ടുകാണ്ട് കല്യാണത്തിനോ അല്ലെങ്കിൽ കുടുംബക്കാരോടൊക്കെ പോകാനേക്കാരം പൂതി. അങ്ങനെ ഓല് രണ്ടാളും പാട് ഒന്നും രണ്ടും പറഞ്ഞിക്കാണ്ട് തിരക്കുടിക്കാണ്ട് പണങ്ങി പോയതുണ്ടാവും. അതേമാതിരി ഇമ്മാരെ വിറ്റടിച്ചുമ്പോ ചെറിയ കുട്ടികൾ കണ്ണ് വെട്ടിച്ചിക്കാണ്ട് റോട്ടുമ്മക്ക് ഇറങ്ങിപ്പോയി അമ്മോസാങ്ക കയറി വരുമ്പോ ചീത്തറിയും മേടിജി കുട്ടികൾ റോട്ടുമ്മക്ക് ഇറങ്ങിപ്പോയത് കണ്ടില്ലേ, എന്റെ മുഖത്ത് കണ്ണില്ലേ, കുട്ടികളെ പുറത്തക്കാർ പിടിച്ചോണ്ടോലേ, അങ്ങനെ അമ്മോസാങ്ക ചീത്തറിന്ന് പറഞ്ഞാണ്ട് വെട്ടിക്കിടക്കൊക്കെ പാടെ വലിച്ചുകാണ്ട് തിരക്കൂടി പോയ പെണ്ണുങ്ങന്മാരുണ്ടാവും. അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടെങ്ങാനുണ്ടെങ്കിൽ പൂതത്താന് നിധി കിട്ടിയ മാറി അതിർപ്പപ്പെട്ടൊരു പെണ്ണൊക്കെ കെട്ടി 5-6 കൊല്ലം നല്ലൽക്ക് ജീവിച്ചുമ്പോഴാണ് വെളിഞ്ഞിക്കണിയിൽ ഈച്ച കുടുങ്ങി എന്ന് പറഞ്ഞ മാറി ഈ ആദ്യം തുമ്പും പോലെ ചെയ്ത തിരക്കും കൂടിക്കാണ്ട് ഓളോടെ നമ്മളോടെ ആകെ ഈ ദുന്യാവില് വയസ്സില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടെങ്ങാനുണ്ടെങ്കിൽ ഒരു 60 വയസ്സൊക്കെയാണ് ആയസ് കിട്ടുക. അതിന്റെ ഇടക്ക് തല്ലും തിരക്കും കൂടിക്കാണ്ട് നല്ലൊരു ജീവിതം തുമ്പില്ലാതായ ഒരുപാട് ആൾക്കാരില്ല. അങ്ങനെ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച ആൾക്കാരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നിങ്ങൾക്ക് ഇതാ ചങ്ങായിമാരെ ഒരു സന്തോഷ വാർത്ത. അതേമാതിരി പഴയ കാലത്ത് മൂത്താപ്പാടെ വെച്ചിരുന്ന ആധാരം പത്തായത്തുനിന്ന് കൂറ കടിച്ചു കൊണ്ടുപോയി അത് കാണാനില്ല. അല്ലാതെങ്കിൽ അതൊക്കെ കുത്തിയത് പുളി ഓൾതാണ്. അല്ലെങ്കിൽ ചീമക്കൊന്ന മറ്റോ വൃത്തിയായിരുന്നു കാണ്ട് ഭൂമിയുടെ കേസുകള്, അതേമാതിരി പൈസന്റെ ഇടപാടിലുള്ള കേസുകള്, അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ചിറ്റിക്കിടക്കുന്ന കേസുകളുണ്ടാ. അങ്ങനത്തോൽക്കും ഇതൊരു സന്തോഷ വാർത്ത. അതേമാതിരി അനിവാര്യമായ കാരണം കൊണ്ട് 2ാം വിവാഹം നടത്തണം എന്നതിന് പള്ളിക്കുന്ന പേപ്പർ കിട്ടൂല, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ നൂലാമാല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെച്ചാല് അങ്ങനത്തെ ആളുകൾക്കും ഇതൊരു സന്തോഷ വാർത്തട്ടാ. ഈ 2ാം വിവാഹം എന്ന് പറയുമ്പോൾ നിലവിൽ ഓരോന്ന് നല്ലൽക്ക് പോണ ആൾക്കാരൊക്കെ പാടപ്പം തന്നെ 2ാമത്തെ പെണ്ണിട്ടാന്ന് എഴുതി കണ്ട് ഒരു കാലിച്ചാക്കും തോളിട്ട് കണ്ടാണ് ഇറങ്ങണ്ട. ഞാൻ തന്നെ ഇപ്പൊ നാളിന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു, സുബിയെ എനിക്ക് 4 കെട്ട 1 കെട്ടിയിട്ടുള്ളൂ, 3 റിസർവിൽ ഉണ്ട് ഇട്ടാ. അപ്പൊ തന്നെ ഓള് ചെക്കനോട് പറയാണ്, എടാ കുഞ്ഞപ്പന്റെ അവിടെ ചുട്ടുരാൻ കൊടുത്തിരുന്ന മടാള് ചുട്ടു കൊടുക്കണോന്ന്. അപ്പൊ ഓരോന്നായിട്ട് നല്ലൽക്ക് പോണവർക്ക് അതന്നെയാണ് ഉത്തമട്ടാ. അപ്പൊ ഇങ്ങനത്തെ എന്ത് കെട്ടിച്ചിട്ടിലെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ എവിടെ പോയിട്ടും അതിന് പരിഹാരം കണ്ടിട്ടില്ല. ഇനി പരിഹാരം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ മുടക്കി വെക്കാൻ വരട്ടെ. പരിഹാരമുണ്ട്. ശരീഅത്തിന്റെ നിയമവും ഇന്ത്യയുടെ നിയമവും ഒരേമാതിരി ചേർത്തുകൊണ്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു വലിയ ടീം. നിങ്ങളെ എന്ത് പ്രശ്നങ്ങളുണ്ടോ, കുടുംബ പ്രശ്നങ്ങൾ പിണങ്ങി നിൽക്കണൊക്കെ വെച്ചാൽ പോലെ കൗൺസിലിങ്ങിനാണ് വിളിച്ചിട്ടുണ്ടല്ലോ, തീരുമാനമാകുക വെച്ചാൽ അത് തീരുമാനമാവും. എന്നിട്ടും അങ്ങേയറ്റം ഒരുമിച്ചാൻ പറ്റണില്ലെങ്കിൽ പിരിയാനാണെച്ചാൽ അതിനും വേഗതയേറിയ പരിപാടികൾ ചെയ്തു കൊടുക്കും. അതേമാതിരി കല്യാണത്തിന്റെ പ്രശ്നങ്ങൾ. ഇപ്പൊ ഒരു ചെക്കനും പെണ്ണും പാടെ കോളേജിൽ നിന്ന് പഠിച്ചു ഓല അവിടുന്ന് കണ്ട് അപ്പോൾ അവർക്ക് കല്യാണം കഴിച്ചെന്ന് തോന്നി പെരയിൽ വന്ന് പറഞ്ഞു. അപ്പൊ ഒരു കൂട്ടർ അനുകൂലിച്ചു, ഒരു കൂട്ടർ പ്രതികൂലിച്ചു. അപ്പൊ എന്ത് ചെയ്തു, അങ്ങനൊക്കെ ഒച്ചപ്പാടും ബഹളുമായി. അപ്പൊ ചിലപ്പം അവിടുന്ന് പേപ്പർ ചോദിച്ചു, അവിടുന്ന് തന്നില്ല, ഇവിടുന്ന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ നോക്കുമ്പോ അതിനും തന്നെ പറ്റിയില്ല. അങ്ങനെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളും നമ്മളെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള സാക്ഷ്യപത്രത്തോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്തു. ഇവിടെ ഇതേമാതിരി തന്നെ 2ാം കല്യാണത്തിന്റെ ആൾക്കാർ നിലവിലൊരു ഭാര്യ ഉണ്ടാവും, ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പുറത്ത് പറയാൻ പറ്റാത്ത. അപ്പൊ പള്ളി കമ്മിറ്റി പോയി 2ാം കെട്ടിന് പേപ്പർ ചോദിച്ചും ചിലപ്പോൾ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. അതേമാതിരി നമ്മളെ മഹല്ലത്തിന്റെ പേപ്പർ കിട്ടാതെ നിക്കാഹ് മുടങ്ങിപ്പോണ പരിപാടികൾ, കല്യാണം നടക്കാതിരിക്കണ അവസ്ഥ, അങ്ങനത്തതൊക്കെ നമ്മളെ സർക്കാരിന്റെ അംഗീകരിച്ച സാക്ഷ്യപത്രത്തോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യുമ്പോൾ. അതേമാതിരി സ്വത്ത് തർക്കങ്ങള്, പൈസന്റെ ഇടപാടിന്റെ തർക്കങ്ങള്, അതിനും ഇവിടെ പരിഹാരം ഉണ്ട്. പഴയ കാലത്ത് ചിലപ്പോൾ മകൻ കായ് അയച്ചീന് വെല്ലിപ്പാന്റെ പേരിൽ മുതൽ വാങ്ങിയിട്ടുണ്ടാവും, വെല്ലിപ്പ മരിച്ചുമ്പോൾ 6 മക്കളെ പേരിൽ ഓരിയേക്കേണ്ടി വരും. അങ്ങനെ ഒച്ചപ്പാടും ബഹളങ്ങളും കാര്യങ്ങളും ആകുന്ന കേസുകളുണ്ട്. അതിർ തർക്കങ്ങൾ വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഭൂമി വാങ്ങിയിട്ട് പഴയ കാലത്തുണ്ടല്ലോ എളാപ്പാടെ കൊണ്ടുപോയിട്ട് ആധാരം വെച്ച് എളാപ്പാടുന്ന് ചതിലൊന്ന് പോയിക്കണ ആധാരം, അപ്പൊ അതിന്റെ അടിയാധാരം കിട്ടണില്ല, അല്ലെങ്കിൽ അതിന്റെ പട്ടയം കിട്ടണില്ല. അങ്ങനത്തെ എല്ലാവിധ നൂലാമാല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. അത് അതിന്റെ പേപ്പറും കാര്യങ്ങളും കണ്ടെത്തി അതിന്റെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു, മൂപ്പർക്ക് കുട്ടികളൊക്കെ ചെറുതായിരുന്നു, മൂപ്പര് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അപ്പൊ മൂപ്പരെ കുട്ടികളൊക്കെ മൈനറാണ്. അപ്പൊ അതിന് മുതലും കാര്യങ്ങളൊക്കെ പാടെ വേറെ ആൾക്കാരാണ് അനുഭവിച്ചിരുന്നുണ്ടെങ്കിൽ അതതിന് തീരുമാനാക്കി കൊടുക്കുക, കുട്ടികളെ പേരിൽ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ശരീഅത്തിന്റെയും ഇന്ത്യയുടെ നിയമം വെച്ചിട്ട് എന്തൊക്കെ ഉപകാരങ്ങൾ മനസ്സിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഗതി അത് കേരളത്തിൽ എവിടെയും വല്ല സഹായം നിങ്ങൾക്ക് കിട്ടും. പൊന്നാര ചങ്ങായിമാരെ, ഇങ്ങനത്തെ ഒരു സെല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. എന്നാ ഓരോ ബാക്കി കാര്യങ്ങൾ നമ്മളാണ് പറഞ്ഞു തരട്ടാ. അപ്പൊ ഞാൻ ഈ കുടുംബത്തിൽ തല്ലും തിരക്കും കൂടിക്കാണ് ആണ്ടും കൊണ്ടും വിട്ടുപോയിട്ട് 4-5 കൊല്ലായ കേസുകളായിക്കോട്ടെ, ഒരുപാട് കാലം മുന്നുണ്ടായ ഭൂമി തർക്കങ്ങളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിക്കാഹ് നടക്കാത്ത പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ 2ാം വിവാഹം നടക്കാത്ത പ്രശ്നങ്ങളായിക്കോട്ടെ, ഇങ്ങണ്ട് വിളിച്ചോളിന്ന് നമ്മളെ ജനമിത്രം കുടുംബക്ഷേമ നീതിവേദി കുടുംബ തർക്ക പരിഹാര സെന്റർക്ക്. അതിന് പരിഹാരണ്ടായിരിക്കും. ലാ ശക്ക ഫീഹി. അവിടെ പിന്നെ സംശയിച്ചണ്ടാ. ദാ നമ്പർ പിടിച്ചോളി, 81 56 8077. ഒരു നമ്പറും പാടെ തരാം, 94 96 520 619. ഒരു നമ്പറും പാടെ പിടിച്ചോളി, 99 46 34 64 94. നമ്മളെ ജനമിത്രം കുടുംബക്ഷേമ നീതിവേദി കുടുംബ തർക്ക പരിഹാര സെന്റർ ഇട്ടാ ബക്കം വിളിച്ചോളി, പരിഹാരം ഉണ്ടായിട്ടുണ്ടാവും.
സായം സന്ധ്യ തുഴയാം തോണി